സപ്പോസ് എ ബിലോങ്സ് ടു എൽ ഓഫ് R5 R2, അതായത് R5ൽ നിന്നും R2ലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് എ എന്ന് വിചാരിക്കുക. ഇവിടെ n ഈക്വൽ ടു 2ഉം m ഈക്വൽ ടു 3യുമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് n+m ഈക്വൽ ടു 2+3 വിച്ച് ഇസ് ഈക്വൽ ടു 5. അതുപോലെ n എന്നുള്ളത് 2 ആയതുകൊണ്ട് Rn+mൽ നിന്നും Rnലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അതിന് പകരമാണ് R5ൽ നിന്നും R2ലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതിൻ്റെ ഡൊമൈനിലെ പോയിൻറ്റ്സ് ഒരു x5 ഫോമിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സിന് 2 കോർഡിനേറ്റ് ആയിരിക്കും, x1 x2. അതുപോലെ വൈക്ക് 3 കോർഡിനേറ്റ്സ് ആയിരിക്കും, y1 y2 y3. ദെൻ ആ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് ഒരു 2/5 മെട്രിക്സ് ആയിരിക്കും. സപ്പോസ് അതിലെ കോർഡിനേറ്റ്സ് ഈ തന്നിട്ടുള്ളത് പോലെയാണെന്ന് വിചാരിക്കുക. അതായത് ഒരു 2/5 മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് റോ എ ബി സി ഡി ഇ, അതുപോലെ സെക്കൻഡ് റോ എഫ് ജി എച്ച് ഐ ജെ. നമ്മൾ ഓൾറെഡി 9.26ൽ പറഞ്ഞിരുന്നു Rn+mൽ നിന്നും Rnലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരെണ്ണം AX, അത് L ഓഫ് Rnലെ മെമ്പർ ആയിരിക്കും, ഒരു ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും ഡിഫൈൻഡ് ഓൺ Rn. അതുപോലെ Rmൽ നിന്നും Rnലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ AY, അതുപോലെ രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ AX എന്നുള്ളത് R2ൽ നിന്നും R2ലേക്കുള്ള ഒരു ലീനിയർ ഓപ്പറേറ്ററും AY എന്നുള്ളത് R3ൽ നിന്നും R2ലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. സോ എയുടെ മെട്രിക്സ് ഈ തന്നിട്ടുള്ളത് പോലെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് AXൻ്റെ മെട്രിക്സ് ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. അത് ഇവിടെ തന്നിട്ടുണ്ട് ABFG. അതായത് ആ ഒരു മെട്രിക്സിലെ A എന്നുള്ള മെട്രിക്സിൻ്റെ ആദ്യത്തെ 2 കോളം ആണ് AXൻ്റെ മെട്രിക്സ്. നെക്സ്റ്റ് 3 കോളംസ് ആണ് AYയുടെ മെട്രിക്സ്. സോ അതും തന്നിട്ടുണ്ട്. AYയുടെ മെട്രിക്സ് ഫസ്റ്റ് റോ CDE, സെക്കൻഡ് റോ HYJ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ദെൻ നോട്ട് 2ലെ F എന്നുള്ളത് Rn+mൽ നിന്നും Rnലേക്കുള്ള ഒരു മാപ്പിംഗ് F'(AB) എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് Rn+mൽ നിന്നും Rnലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. സപ്പോസ് F'(AB) ഈക്വൽ ടു ക്യാപിറ്റൽ A. ദെൻ F Rn+mൽ നിന്നും Rnലേക്കുള്ള ഒരു മാപ്പിംഗ് ആയതുകൊണ്ട് അതിൻ്റെ ഡൊമൈനിൽ n+m വേരിയബിൾസ് ഉണ്ടായിരിക്കും. സോ അതിൻ്റെ ഡൊമൈനിൽ ഒരു പോയിൻ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് സം x1 x2 എക്സെട്ര xn, y1 y2 എക്സെട്ര ym ഈ ഒരു ഫോമിലായിരിക്കും. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് F'(ABയുടെ അതായത് എയുടെ മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒരു n/n+m മെട്രിക്സ് ആയിരിക്കും. അതിലെ എൻട്രീസ് ഇതുപോലെയാണ് വരിക. ഫസ്റ്റ് റോ ഫസ്റ്റ് എൻട്രി ∂f1/∂x1, അതുപോലെ ∂f1/∂x2 എക്സെട്ര. ഫസ്റ്റ് റോയിലെ nth എൻട്രി ∂f1/∂xn. ദെൻ ഫസ്റ്റ് റോയിലെ n+1th എൻട്രി ∂f1/∂y1 എക്സെട്ര. ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എൻട്രി n+mth എൻട്രി ആണ് ∂f1/∂ym. ദെൻ സെക്കൻഡ് റോ വരുന്നത് ∂f2/∂x1, ∂f2/∂x2 എക്സെട്ര, ∂f2/∂xn. ദെൻ അതിലെ n+1th എൻട്രി ∂f2/∂y1 എക്സെട്ര. ആ റോയിലെ ലാസ്റ്റ് എൻട്രി ∂f2/∂ym. അതുപോലെ ലാസ്റ്റ് റോയും സിമിലർലി നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഇതായിരിക്കും എയുടെ മെട്രിക്സ് വരിക. സോ എനെ നമുക്ക് 2 ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരെണ്ണം Rnൽ നിന്നും Rnലേക്കുള്ള ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും. സെക്കൻഡ് വൺ Rmൽ നിന്നും Rnലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. സോ കറസ്പോണ്ടിങ് ആയിട്ട് AXൻ്റെ മെട്രിക്സ് അതാണ് L ഓഫ് Rnലെ മെമ്പർ. സോ കറസ്പോണ്ടിങ് ആയിട്ട് AXൻ്റെ മെട്രിക്സ് ഒരു n/n മെട്രിക്സ് ആയിരിക്കും. അത് എയുടെ മെട്രിക്സിൻ്റെ ആദ്യത്തെ n കോളംസ് അതായിരിക്കും AXൻ്റെ മെട്രിക്സ്. ദെൻ നെക്സ്റ്റ് m കോളംസ് ആണ് AYയുടെ മെട്രിക്സ് ആയിട്ട് വരിക. സോ എയുടെ മെട്രിക്സിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരെണ്ണം AXൻ്റെ മെട്രിക്സ്, അത് അതിലെ ആദ്യത്തെ n കോളംസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് AXൻ്റെ മെട്രിക്സ്. ദെൻ ബാക്കിയുള്ള m കോളംസ്, അതായത് n+1th കോളം തൊട്ട് n+mth വരെയുള്ള കോളംസ് കൺസിഡർ ചെയ്യുമ്പോൾ അത് AYയുടെ മെട്രിക്സ് ആയിരിക്കും. ദെൻ G എന്നുള്ളത് Wയിൽ നിന്നും Rnലേക്കുള്ള മെമ്പർ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ കരുതിയാൽ മതി. അപ്പോൾ W എന്നുള്ളത് അവിടെ Rmൻ്റെ സബ്സെറ്റ് ആയിരുന്നു. G'(B) എന്നുള്ളത് L ഓഫ് Rn, അതായത് Rmൽ നിന്നും Rnലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. സോ അതിൻ്റെ ഡൊമൈനിൽ Wയിലെ പോയിൻറ്റ്സ് ആണ്, അതായത് Rmലെ പോയിൻറ്റ്സ് ആയിരിക്കും. സോ G'(Bയുടെ മെട്രിക്സ് വരുന്നത് ഒരു n/m മെട്രിക്സ് ആയിരിക്കും. അതിൽ എൻട്രീസ് ഇതുപോലെയാണ് വരിക.
ഡോ G1 ബൈ ഡോ Y1, സെക്കൻഡ് എൻട്രി ഡോ G1 ബൈ ഡോ Y2, അങ്ങനെ ഡോ G1 ബൈ ഡോ Ym, സെക്കൻഡ് റോ ഡോ G2 ബൈ ഡോ Y1, ഡോ G2 ബൈ ഡോ Y2, ലാസ്റ്റ് എൻട്രി സെക്കൻഡ് റോയിലെ ഡോ G2 ബൈ ഡോ Ym, അതുപോലെ തന്നെ ലാസ്റ്റ് റോ ഡോ Gn ബൈ ഡോ Y1, ഡോ Gn ബൈ ഡോ Y2, ലാസ്റ്റ് എൻട്രി ഡോ Gn ബൈ ഡോ Ym. ഇവിടെ G എന്നുള്ളത് ഡബ്ല്യൂയിൽ നിന്നും Rനിലേക്കുള്ള മാപ്പിംഗ് ആയതുകൊണ്ട് ജിക്ക് n കമ്പോണൻസ് ഉണ്ടായിരിക്കും, സം G1, G2 എക്സെട്ര Gn. അതുപോലെ ഡൊമെയിനിൽ ആർഎമ്മിലെ വെക്റ്റേഴ്സ് ആയിരിക്കും സം Y1, Y2 എക്സെട്ര Ym. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള G'(B)യുടെ മെട്രിക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറത്തിലെ ഇക്വേഷൻ 5 അതിതായിരുന്നു, AX ഇൻറ്റു G'(B) ഈക്വൽ ടു -AY. സോ -AYയുടെ മെട്രിക്സ് അത് കാണാൻ നമുക്ക് AXൻ്റെ മെട്രിക്സും G'(B)യുടെ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് മെട്രിക്സ് ഓഫ് AX ഇൻറ്റു മെട്രിക്സ് ഓഫ് G'(B) ഈക്വൽ ടു മൈനസ് മെട്രിക്സ് ഓഫ് AY. നമുക്ക് ഓൾറെഡി AY എന്നുള്ള മെട്രിക്സ് ഇവിടെ കണ്ടിട്ടുണ്ട്, AXൻ്റെയും G'(B)യുടെ മെട്രിക്സും തന്നിട്ടുണ്ട്. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന മെട്രിക്സ് ആണ്, അതൊരു n/m മെട്രിക്സ് ആയിരിക്കും. അത് ഈക്വൽ ടു മൈനസ് ഓഫ് മെട്രിക്സ് ഓഫ് AY. അതാണ് നമുക്ക് ആ ഒരു ഇക്വേഷനിൽ നിന്നും കിട്ടുക. ഇവിടെ രണ്ട് മെട്രിക്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ AXലെ ഫസ്റ്റ് റോയും G'(Bയിലെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവും തമ്മിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. സോ ആ എൻട്രി ഇങ്ങനെയാണ് വരിക. ലെഫ്റ്റ് സൈഡ് ഇതുപോലെ ഡോ F1 ബൈ ഡോ X1 ഇൻറ്റു ഡോ G1 ബൈ ഡോ Y1 പ്ലസ് ഡോ F1 ബൈ ഡോ X2 ഇൻറ്റു ഡോ G2 ബൈ ഡോ Y1 പ്ലസ് എക്സെട്ര ഡോ F1 ബൈ ഡോ Xn ഇൻറ്റു ഡോ Gn ബൈ ഡോ Y1 വിച്ച് ഇസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് ആയിട്ട് AYയുടെ മെട്രിക്സിലുള്ള ഫസ്റ്റ് എൻട്രി അതിൻ്റെ നെഗറ്റീവാണ്. സോ മൈനസ് ഡോ F1 ബൈ ഡോ Y1. ഇത് ആ ഒരു n/m മെട്രിക്സിലെ ഫസ്റ്റ് എൻട്രി മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. സിമിലർലി ആ രണ്ട് മെട്രിക്സിലെയും ബാക്കി എല്ലാ കമ്പോണൻസിനെയും ഇതുപോലെ ഇക്വേറ്റ് ചെയ്യാവുന്നതാണ്. ജനറലായിട്ട് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് സമ്മേഷൻ J ഈക്വൽ ടു 1 to n ഡോ Fi ബൈ ഡോ Xj ഇൻറ്റു ഡോ Gj ബൈ ഡോ Yk, അതായത് കറസ്പോണ്ടിങ് ആയിട്ട് AXൻ്റെയും G'(Bയുടെയും മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എൻട്രിയാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ. അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് AYയുടെ മെട്രിക്സിലുള്ള കമ്പോണൻസിൻ്റെ നേരെ നെഗറ്റീവാണ് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. ഒരു ഫിക്സഡ് Kക്ക് K എന്നുള്ളത് 1 to m ഏതെങ്കിലും ഒരു നമ്പർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സിസ്റ്റം ഓഫ് n ഇക്വേഷൻസ് വിത്ത് n അൺനോൺസ് കിട്ടുന്നതായിരിക്കും. അതിങ്ങനെയാണ് ആ കറസ്പോണ്ടിങ് രണ്ട് മെട്രിക്സിലെയും kth കോളത്തിലെ എൻട്രീസ് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടുന്നത്. അതൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ദെൻ നമുക്ക് എക്സാമ്പിൾ 9.29 നോക്കാം. ടേക്ക് n ഈക്വൽ ടു 2 ആൻഡ് m ഈക്വൽ ടു 3. കൺസിഡർ ദി മാപ്പിംഗ് f ഈക്വൽ ടു f1 f2 ഓഫ് R5 ഇൻറ്റു R2 ഗിവൺ ബൈ f1 ഓഫ് x1 x2 y1 y2 y3 ഈക്വൽ ടു 2 e raised to x1 plus x2 y1 minus 4 y2 plus 3 and f2 of x1 x2 y1 y2 y3 equal to x2 cos x1 minus 6x1 plus 2 y1 minus y3. സോ ഇവിടെ R5ൽ നിന്നും R2ലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് എഫ്. R2ലേക്കുള്ളൊരു മാപ്പിംഗ് ആയതുകൊണ്ട് അതിന് രണ്ട് കമ്പോണൻറ്റ് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും, F1 ആൻഡ് F2. അതെങ്ങനെയാണെന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട്. F1 എന്നുള്ളത് R5ൽ നിന്നും R1ലേക്കുള്ള ഒരു മാപ്പിംഗ്, അതുപോലെ F2 എന്നുള്ളതും R5ൽ നിന്നും R1ലേക്കുള്ള ഒരു മാപ്പിംഗ്. ദെൻ എ എന്നുള്ളത് R2ലെ ഒരു മെമ്പർ 01 ചൂസ് ചെയ്യുന്നു. ബി എന്നുള്ളത് R3ലെ ഒരു ഓർഡർ ട്രിപ്പിൾ 3 to 7. ദെൻ എഫ് ഓഫ് എ ബി എന്നുള്ളത് എഫ് ഓഫ് 0 1 3 to 7. സോ അത് കാണാൻ വേണ്ടിയിട്ട് F1 ഓഫ് 0 1 3 to 7ഉം F2 ഓഫ് 0 1 3 to 7ഉം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ F1 എന്താണെന്ന് തന്നിട്ടുണ്ട്. അതിൽ x1ന് പകരം 0, x2ന് പകരം 1, y1 3, y2 2, y3 7. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു 2 + 3 - 8 + 3 വിച്ച് ഇസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ F2 ഓഫ് 0 1 3 to 7 എന്നുള്ളതും നമുക്ക് 0 എന്ന് കിട്ടും. ദെൻ എഫ് ഡാഷ് ഓഫ് 0 1 3 to 7 എന്നുള്ളത് എ എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് കൺസിഡർ ചെയ്യുക. സോ അത് R5ൽ നിന്നും R2ലേക്കുള്ള
ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് എ ബി എന്നുള്ളത് എ ആയിട്ട് ചൂസ് ചെയ്യുന്നു. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ മെട്രിക്സ് വരുന്നത് നമുക്കറിയാം. ഫസ്റ്റ് എൻട്രി വരുന്നത് ഡോ എഫ് വൺ ബൈ ഡോ എക്സ് വൺ, ദെൻ ഡോ എഫ് വൺ ബൈ ഡോ എക്സ് ടു, ദെൻ ഡോ എഫ് വൺ ബൈ ഡോ വൈ വൺ, ഡോ എഫ് വൺ ബൈ ഡോ വൈ ടു, ഡോ എഫ് വൺ ബൈ ഡോ വൈ ത്രീ. അതായിരിക്കും ഫസ്റ്റ് റോ. സെക്കൻഡ് റോയിൽ ഡോ എഫ് ടു ബൈ ഡോ എക്സ് വൺ, ഡോ എഫ് ടു ബൈ ഡോ എക്സ് ടു, ഡോ എഫ് ടു ബൈ ഡോ വൈ വൺ, ഡോ എഫ് ടു ബൈ ഡോ വൈ ടു, ഡോ എഫ് ടു ബൈ ഡോ വൈ ത്രീ. ദെൻ ഇതെല്ലാം എ ബി എന്നുള്ള പോയിന്റിൽ, അതായത് 0 1 3 2 7 എന്നുള്ള പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സാണ് നമ്മൾ എയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സിൽ എഴുതേണ്ടത്. അതായത് എഫ് ഡാഷ് ഓഫ് എ ബിയുടെ മെട്രിക്സിൽ നമുക്ക് എഴുതേണ്ടത്. അതിലെ കോർഡിനേറ്റ്സ് വരുന്നത് ഡോ എഫ് വൺ ബൈ ഡോ എക്സ് വൺ ഇവാലുവേറ്റഡ് അറ്റ് ദി പോയിന്റ് എ ബി. അങ്ങനെ ബാക്കി എല്ലാ കമ്പോണൻസും വരും. സോ ഫസ്റ്റ് എൻട്രി ഡോ എഫ് വൺ ബൈ ഡോ എക്സ് വൺ അറ്റ് ദി പോയിന്റ് എ ബി. ഇവിടെ ഡോ എഫ് വൺ ബൈ ഡോ എക്സ് വൺ എന്നുള്ളത് വരിക 2e⁻x1 ആണ്. ദെൻ ഡോ എഫ് വൺ ബൈ ഡോ എക്സ് വൺ അറ്റ് ദി പോയിന്റ് എ ബി എന്നുള്ളത് 2e⁻0 which is equal to 2. സെക്കൻഡ് എൻട്രി ഡോ എഫ് വൺ ബൈ ഡോ എക്സ് ടു അറ്റ് ദി പോയിന്റ് എ ബി. ഡോ എഫ് വൺ ബൈ ഡോ എക്സ് ടു എന്നുള്ളത് നമുക്ക് y1 ആണ് വരിക. സോ അറ്റ് ദി പോയിന്റ് എ ബി which is equal to 3. സിമിലർലി ബാക്കി എല്ലാ എൻട്രീസും നമുക്കതുപോലെ കാണാവുന്നതാണ്. സോ എയുടെ, അതായത് എഫ് ഡാഷ് ഓഫ് എ ബിയുടെ മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതൊരു 2/5 മെട്രിക്സ് ആണ്. സോ നമ്മൾ നോട്ട് 1-ൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എ എക്സിൻ്റെ മെട്രിക്സ് എന്നുള്ളത് ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. അതിൽ എൻട്രീസ് വരുന്നത് 2 3 -6 1. അതുപോലെ എ വൈയുടെ മെട്രിക്സ് വരുന്നത് ഒരു 2/3 മെട്രിക്സ് ആയിരിക്കും. അതിൽ എൻട്രീസ് 1 -4 0, സെക്കൻഡ് റോ 2 0 -1. ദെൻ എ എന്നുള്ളത് ഒരു 2/2 മെട്രിക്സ് ആണ്. അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കാണാൻ അറിയാവുന്നതാണ്, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 1 ബൈ ഡിറ്റർമിനൻ്റ് ഇൻറ്റു അഡ്ജോയിൻ്റ് എ. സോ എ എക്സ് ഇൻവേഴ്സിൻ്റെ മെട്രിക്സ് വരുന്നത് 1/20 ഇൻറ്റു മെട്രിക്സ് 1 -3 6 2, ഒരു 2/2 മെട്രിക്സ്. നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറത്തിൻ്റെ കൺക്ലൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജി ഡാഷ് ഓഫ് ബി ഈക്വൽ ടു മൈനസ് എ എക്സ് ഇൻവേഴ്സ് എ വൈ. സോ ജി ഡാഷ് ഓഫ് ബിയുടെ മെട്രിക്സ് കാണാൻ മൈനസ് എ എക്സ് ഇൻവേഴ്സിൻ്റെ മെട്രിക്സും എ വൈയുടെ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൈനസ് എ എക്സ് ഇൻവേഴ്സിൻ്റെ മെട്രിക്സ് എന്നുള്ളത് എ എക്സിൻ്റെ മെട്രിക്സിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് സൈൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് എ എക്സ് ഇൻവേഴ്സിൻ്റെ മെട്രിക്സ് കിട്ടും. സോ -1/20 ഇൻറ്റു മെട്രിക്സ് 1 -3 6 2. ദെൻ എ വൈയുടെ മെട്രിക്സ് 1 -4 0 2 0 -1. അത് മൾട്ടിപ്ലൈ ചെയ്ത് പുറമേയുള്ള സ്കെയിലാറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/4 1/5 -3/20 -1/2 6/5 1/10. സോ ജി ഡാഷ് ഓഫ് ബിയുടെ മെട്രിക്സ് ഇങ്ങനെയാണ് ശരിക്കും വരുന്നത്. ഡോ g1 ബൈ ഡോ y1, ഡോ g1 ബൈ ഡോ y2, ഡോ g1 ബൈ ഡോ y3. ദെൻ സെക്കൻഡ് റോ ഡോ g2 ബൈ ഡോ y1, ഡോ g2 ബൈ ഡോ y2, ഡോ g3 ബൈ ഡോ y3. സോ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡോ g1 ബൈ ഡോ y1 ഈക്വൽ ടു 1/4, ഡോ g1 ബൈ ഡോ y2 ഈക്വൽ ടു 1/5, ഡോ g1 ബൈ ഡോ y3 ഈക്വൽ ടു -3/20, ഡോ g2 ബൈ ഡോ y1 ഈക്വൽ ടു -1/2, ഡോ g2 ബൈ ഡോ y2 ഈക്വൽ ടു 6/5, ഡോ g2 ബൈ ഡോ y3 ഈക്വൽ ടു 1/10.